الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അരിദൽ അബ്ദു ഔ സാഫർ കുതിബ ലഹു മിസ്ലു മാ കാന യഅമൽ മുഖീമൻ സഹീഹ. ഒരു അടിമ അയാൾക്ക് രോഗം ബാധിച്ചു, അതല്ലെങ്കിൽ യാത്രയിലാണ്, കുതിബ ലഹു അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും മിസ്ലു മാ കാന യഅമൽ മുഖീമൻ സഹീഹ. മുഖീമായിരിക്കുന്ന അവസ്ഥയിൽ, അതല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥയിൽ അയാൾ ചെയ്യാറുള്ളതിൻ്റെ അതുപോലെ തന്നെയുള്ള പ്രതിഫലം അയാൾക്ക് യാത്രയിലും അതുപോലെ രോഗാവസ്ഥയിലും ഉള്ള അമലുകൾക്ക് രേഖപ്പെടുത്തും എന്നാണ്. അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഔദാര്യത്തെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നത്. കാരണം യാത്ര സ്വാഭാവികമായിട്ടും ക്ലേശമാണ്. യാത്രയിൽ പലപ്പോഴും നമ്മളുടെ ഇബാദത്തുകൾ പരിപൂർണമായി തീരാറില്ല. നമ്മൾ ജംഉം ഖസ്റും ചെയ്യാറുണ്ട് നമസ്കാരങ്ങൾ. അതുപോലെ തന്നെ പതിവായുള്ള നമ്മളുടെ ദിക്റുകളോ ഇബാദത്തുകളോ എല്ലാം യാത്രയിൽ ചിലപ്പോൾ മുടങ്ങിപ്പോയി വീഴുന്നു വരാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ മുഖീമായിരിക്കുന്ന മുസാഫിർ യാത്ര ചെയ്യുന്നയാള് മുഖീം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നയാൾ, യാത്രയില്ലാതെ വസിക്കുന്നയാൾ. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ള അമലാണെങ്കിൽ, നമ്മൾ സ്ഥിരമായി ചെയ്തു പോരുന്ന അമലാണ്, പക്ഷെ യാത്രയെ കാരണം നമുക്കത് നഷ്ടപ്പെട്ടു എങ്കിൽ അതേ പ്രതിഫലം തന്നെ അല്ലാഹു അതിൽ രേഖപ്പെടുത്തുമെന്നാണ്. അതുപോലെ തന്നെ രോഗം ബാധിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് പരിപൂർണമായി വുളു ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പൂർത്തിയാക്കാൻ പറ്റിക്കൊള്ളണമെന്നുമില്ല. അങ്ങനെ വരുമ്പോഴും ഈ രോഗമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന അമലായിരുന്നുവെങ്കിൽ അതേ പ്രതിഫലം അല്ലാഹു അതിലും രേഖപ്പെടുത്തുമെന്നാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ മഹത്തായ ഫള്, അതിനെയാണ് ഈ ഹദീസ് കുറിക്കുന്നത്. പതിവായ ഒരു അമൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ചില പ്രത്യേകമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ശർഈയായിട്ടുള്ള കാരണങ്ങളാൽ അത് അയാൾക്ക് ഒഴിവാക്കേണ്ടി വന്നുവെങ്കിൽ അയാളുടെ അമൽ പോലെ തന്നെ അയാൾക്ക് അത് ലഭിക്കുമെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം, അള്ളാഹു എത്രമാത്രം നമ്മളുടെ മേൽ ഫളലുള്ളവനാണ്, എത്ര ദയയുള്ളവനാണെന്നുള്ളത് തിരിച്ചറിയാൻ പോകുന്ന ഒരു വചനവും അതോടൊപ്പം അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കുവാനുള്ള മഹത്തായ ഒരു പ്രതീക്ഷയും കൂടിയാണ് ഈ വചനം. അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമ്മളുടെ അമലുകൾ നൈരന്തര്യമുള്ളതാകുക, അതുപോലെ തന്നെ പതിവാക്കുക. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഉള്ള അമലുകൾ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പതിവായതാണ്. അത് വളരെ കുറച്ചാണെങ്കിലും, വളരെ ചുരുങ്ങിയ അമലുകളെ നമ്മൾ ദിനേന ചെയ്യുന്നുള്ളൂ. നിർബന്ധമല്ലാത്തതിന് പുറമേയുള്ളത്, നിർബന്ധമുള്ളത് നിർബന്ധമായും ചെയ്യണം, പക്ഷേ അതിന് പുറമേയുള്ള വളരെ കുറച്ച് അമലുകളെ സുന്നത്തായി നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് പതിവാണെങ്കിൽ അതാണ് അല്ലാഹുവിന് ഇഷ്ടം. കുറേ അമലുകൾ ഒരു ദിവസം ചെയ്തു, അടുത്ത ദിവസം ഒന്നുമില്ല, ആ രീതിയല്ല മുഅ്മിൻ ഉണ്ടാകേണ്ടത്. മുഅ്മിനെ വളരെ കൃത്യമായും നേരെ പോകുന്ന, വളവില്ലാതെ അല്ലെങ്കിൽ ആ രീതിയിൽ അള്ളാഹുവിലേക്ക് നൈരന്തര്യമായി അർപ്പിക്കുന്ന അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.